ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ജലജീവി ഏത്? ഈൽ. മാർബിളിൻ്റെ ശാസ്ത്രീയ നാമം എന്ത്? കാൽസ്യം കാർബണേറ്റ്. ബ്ലീച്ചിങ് പൗഡറിൽ അണുക്കളെ നശിപ്പിക്കുന്ന ഘടകം ഏത്? ക്ലോറിൻ. മുട്ടയുടെ പുറന്തോട് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? കാൽസ്യം കാർബണേറ്റ്. ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ടോറിസെല്ലി. വെടിമരുന്ന് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സോഡിയം നൈട്രേറ്റ്. ലെൻസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത്? ഫ്ലിൻറ്റ് ഗ്ലാസ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ്? പാസ്കൽ. വാക്സിനേഷൻ കണ്ടുപിടിച്ചത് ആര്? എഡ്വേർഡ് ജെന്നർ. എല്ലിൽ അടങ്ങിയിട്ടുള്ള പ്രധാന മൂലകമാണ് കാൽസ്യം. പിത്തരസത്തിന് മഞ്ഞ നിറം നൽകുന്ന പദാർത്ഥം ഏത്? ബിലിറൂബിൻ. മനുഷ്യനിൽ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായിത്തീരുന്ന ബാക്ടീരിയ ഏത്? സാൽമണല്ല. ഫോട്ടോഗ്രാഫിക് ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? കോൺവെക്സ് ലെൻസ്. മനുഷ്യ ശരീരകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? 46. ആർത്രൈറ്റിസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? സന്ധികളെ. പ്രകൃതിയിൽ നിന്നും ശുദ്ധരൂപത്തിൽ ലഭിക്കുന്ന ഒരു ലോഹം പ്ലാറ്റിനം. റഡാർ കണ്ടുപിടിച്ചതാര്? ആൽബർട്ട് ടെയ്ലർ. പയറുചെടിയുടെ വേരിലുള്ള നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏത്? റൈസോബിയം. പ്രകൃതിയിൽ ഏറ്റവും ശുദ്ധമായി കാണപ്പെടുന്ന ഐസോട്ടോപ്പ് ഏത്? കാർബൺ 12. അയോണിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? അറീനിയസ്. സ്നെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നത് എന്ത്? അമോണിയം കാർബണേറ്റ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത്? അലൂമിനിയം. അമോണിയം ക്ലോറൈഡ് അറിയപ്പെടുന്നതെന്ത്? സാൽ അമോണിയാക്. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത്? കോപ്പർ സൾഫേറ്റ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏത്? ഹൈഡ്രജൻ. ഫോസ്ഫറസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഞാൻ പ്രകാശം വഹിക്കുന്നു. എക്സിമ രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ത്വക്ക്. ട്രാൻസിസ്റ്ററുകളിൽ സെമി കണ്ടക്ടറായി ഉപയോഗിക്കുന്ന മൂലകം ഏത്? സിലിക്കൺ. രാസവസ്തുക്കളുടെ രാജാവ്
സൾഫ്യൂരിക് ആസിഡ്. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം എന്ത്? സോഡിയം സിലിക്കേറ്റ്. സിറോസിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കരൾ. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്ത്? ഓം. പവറിൻ്റെ യൂണിറ്റ് എന്ത്? വാട്ട്. പാരമ്പര്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഗ്രിഗർ മെൻഡൽ. യന്ത്രങ്ങളുടെ പവർ അളക്കുവാനുള്ള യൂണിറ്റ് ഏത്? കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ. മനുഷ്യരിലെ ഏറ്റവും ഉയർന്ന ശ്രവണ പരിധി 20,000 ഹെർട്സ്. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി. മലേറിയ അണുക്കൾ കണ്ടുപിടിച്ചത് ആര്? റൊണാൾഡ് റോസ്. മയോപ്പിയ എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? കണ്ണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം എന്ത്? സോഡിയം സിലിക്കേറ്റ്. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? വീനസ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? കാർബൺ 14. ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജീവി ഏത്? ജിറാഫ്. അണലിയുടെ വിഷം ബാധിക്കുന്നത് എന്തിനെയാണ്? രക്തപര്യന വ്യവസ്ഥയെ. മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ക്വാഷിയോർക്കർ. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം അസ്ഥിക്കുണ്ടാവുന്ന ബലക്ഷയം. കണരോഗം. ചന്ദ്രനിലെ കല്ല് ഭൂമിയിൽ എത്തിച്ച ബഹിരാകാശ പേടകം ഏത്? ലൂണ 16. പാറ്റയുടെ വിസർജനാവയവം ഏത്? മാൽപീജിയൻ നളികകൾ. കിഡ്നി സ്റ്റോണിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന സംയുക്തം ഏത്? കാൽസ്യം ഓക്സലേറ്റ്. വൈറ്റ് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം ഏത്? ട്യൂബർകുലോസിസ്. ആറ്റം ബോംബിൽ ഉപയോഗിക്കുന്ന യുറേനിയം ഐസോടോപ്പിൻ്റെ മാസ് നമ്പർ എത്ര? 235. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം ഏത്? 1969.